ഞാൻ യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്നേഹിച്ച്, ജനങ്ങളുമായി ഇടപഴകി മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ അതിനകത്ത് കക്ഷി രാഷ്ട്രീയം പോലും കാര്യമായി നോക്കാറില്ല. നമ്മുടെ മുമ്പിലെത്തുന്ന പ്രശ്നത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. ജനങ്ങൾ സാധാരണഗതിയിൽ ഒരു അക്സസിബിലിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. എന്നെ പാതിരായ്ക്ക് വിളിക്കുന്ന ആളുകളുണ്ട്, പകൽ വിളിക്കുന്ന ആളുകളുമുണ്ട്. രണ്ടായിട്ട് കാണാൻ ആർക്കും ഇതുവരെ പറ്റിയിട്ടേയില്ല. അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. നാട്യമല്ല എന്നുള്ളത് ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കുക. അതിന് മറ്റ് സാഹചര്യങ്ങൾ കൂടി കറക്റ്റായി വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 10 കൊല്ലം നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. പ്രതിപക്ഷം നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഭരണകക്ഷി ഉന്നം വച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനത്തിനകത്ത് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പിലൂടെ മുന്നോട്ട് പോകുന്നതിന് നിശ്ചയമായും ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാവൂ. ഞങ്ങൾ പുത്തനായി കുറേ പദ്ധതികൾ കൊണ്ടുവന്നു. പടിഞ്ഞാറൻ ബൈപ്പാസ് കൊണ്ടുവന്നു. അതോടൊപ്പം ഈരക്കടവിൽ നിന്നുള്ള ബൈപ്പാസ് കൊണ്ടുവന്നു. ബണ്ട് റോഡ് വഴി മെഡിക്കൽ കോളേജിലോട്ട് പോകാനുള്ള സംവിധാനം കൊണ്ടുവന്നു. വട്ടംമൂട് പാലം വഴി എംസി റോഡിൽ കയറാനുള്ള ആക്സസ് ഉണ്ടാക്കി. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. നമ്മുടെ നിയോജക മണ്ഡലം വളരെ കാലമായി കാത്തിരുന്ന കുറേ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിനോടൊത്ത് മുന്നോട്ട് പോകാൻ പറ്റി. 2011 മുതൽ 16 വരെ അതിൻ്റെ ഒരു ശുക്രദശയായിട്ട് കൊണ്ടുപോകാൻ പറ്റി. കാരണം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ഈ കാര്യത്തിൽ 100% സഹായിച്ചു തന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ജനങ്ങൾ നന്നായി സ്നേഹിച്ചു. ജനങ്ങളോട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി പെരുമാറി. നമ്മുടെ നാട്ടിലെ ഏത് പ്രശ്നത്തിനകത്തും ചെറുതാവട്ടെ വലുതാവട്ടെ ഞാൻ കൂടി ഒരു ഭാഗമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുള്ള ജനങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് 100% പ്രതിബദ്ധതയോടുകൂടി പോകുന്നതിന് വേണ്ടിയുള്ള നല്ല പ്രോത്സാഹനം എനിക്ക് കിട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി.